സുനിൽ ഗവാസ്കർ ബാക്കി വെച്ചു പോയൊരു കടം സച്ചിൻ ടെണ്ടുൽക്കർക്ക് വേണ്ടി വീട്ടിയ സഞ്ജു സാംസൺ എന്ന മലയാളിയുടെ കഥയാണിത്. നമുക്കെല്ലാവർക്കും അഭിമാനം കൊള്ളാവുന്ന ഒരു ഇതിഹാസ കഥ. സഞ്ജുവിന്റെ ബലിഷ്ഠമായ ചുമലുകളിലിരുന്നു കൊണ്ട് T20 ലോകകപ്പ് ഫൈനലിലേക്ക് ഇന്ത്യൻ ടീം നടന്നു കയറിയിരിക്കുന്നു. ഏതാണ്ട് 40 വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു മുറിവിനെ ബ്രൂട്ടൽ ഹിറ്റിംഗ് കൊണ്ട് ഉണക്കിയ മാന്ത്രികനായി സഞ്ജു അവതരിക്കുകയാണ്. 1987 ഏകദിന ലോകകപ്പിന്റെ സെമി ഫൈനൽ മത്സരം അരങ്ങേറിയത് മുംബൈയിലെ വാങ്കഡ സ്റ്റേഡിയത്തിലായിരുന്നു. 1983 ചരിത്രം സൃഷ്ടിച്ച കപിൽ ദേവിന്റെ സംഘം ലോകകപ്പ് നിലനിർത്തുമെന്ന് ഇന്ത്യൻ ആരാധകർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. എന്നാൽ സെമിയിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനോട് പരാജയപ്പെട്ടു. ആ മത്സരത്തിൽ ഇന്ത്യക്ക് വേണ്ടി കളത്തിലിറങ്ങിയ മനീന്ദർ സിംഗ് പിന്നീട് പരിതപിച്ചു. ഇംഗ്ലണ്ടിനോടുള്ള തോൽവി അംഗീകരിക്കാൻ ഞങ്ങൾ ശരിക്കും പ്രയാസപ്പെട്ടു. കളി കഴിഞ്ഞപ്പോൾ പല ഇന്ത്യൻ താരങ്ങളുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. സുനിൽ ഗവാസ്കർ എന്ന മഹാനായ ക്രിക്കറ്ററുടെ അവസാന മത്സരമായിരുന്നു ആ മത്സരം. സ്വന്തം മണ്ണായ മുംബൈയിൽ വെച്ച് തോൽവിയുടെ വേദനയോടെ അദ്ദേഹം ക്രിക്കറ്റ് പാടുകൾ അയച്ചു വെച്ചു. അന്ന് വാങ്കഡയിലെ ബൗണ്ടറിയിൽ 14കാരനായ ഒരു ബോൾ ബോയ് ഉണ്ടായിരുന്നു. പേര് സച്ചിൻ ടെണ്ടുൽക്കർ. ആ സെമി ഫൈനൽ പരാജയം സച്ചിന്റെ ഉള്ളിലെ പോരാട്ട വീരത്തെ ആളിക്കത്തിച്ചിരുന്നു. സച്ചിന്റെ അന്താരാഷ്ട്ര കരിയർ 24 വർഷങ്ങളാണ് നീണ്ടുനിന്നത്. അവസരം കിട്ടിയപ്പോഴെല്ലാം സച്ചിൻ ഇംഗ്ലീഷ് പടയെ സംഹരിക്കുകയും ചെയ്തു. എന്നാൽ 1987 ലോകകപ്പ് ഫൈനലിന് തുല്യമായൊരു മത്സരം സച്ചിന്റെ കരിയറിൽ പോലും സംഭവിച്ചിട്ടില്ലായിരുന്നു. 2013 അതേ വാങ്കഡ ഗ്രൗണ്ടിൽ വെച്ച് സച്ചിൻ കളിയോട് യാത്രമൊഴി പറഞ്ഞു. ആ പഴയ കടം അപ്പോഴും അവശേഷിച്ചു നിന്നു. കണക്ക് തീർക്കാനുള്ള അവസരം സഞ്ജുവിനു വേണ്ടിയാണ് കാലം കരുതി വെച്ചത്. ഒരു ലോകകപ്പ് സെമി ഫൈനലിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും വീണ്ടും മുഖാമുഖം വന്നു. പക്ഷേ വാങ്കഡയുടെ മധ്യഭാഗത്ത് ജോഫ്രെ ആർച്ചർ ഹിമാലയൻ പർവ്വതം പോലെ നിലകൊള്ളുന്നുണ്ടായിരുന്നു. 3 തവണ തന്നെ പുറത്താക്കിയിരുന്ന ആർച്ചറിനെതിരെ 8.33 എന്ന ബാറ്റിംഗ് ശരാശരിയാണ് സഞ്ജു സൂക്ഷിച്ചിരുന്നത്. സഞ്ജുവിനെ നിഗ്രഹിക്കാനുള്ള ബ്രഹ്മാസ്ത്രം ആർച്ചർ തന്നെയാണെന്ന് സകല ക്രിക്കറ്റ് പണ്ഡിതന്മാരും വിലയിരുത്തിയിരുന്നു. ആർച്ചറുടെ ആദ്യ ഓവറിൽ സഞ്ജു ബൗണ്ടറിയും സിക്സറും നേടി. ഇംഗ്ലണ്ട് ഡഗൌട്ടിലേക്കാണ് സിക്സർ ലാൻഡ് ചെയ്തത്. ഞാൻ പോരിന് സജ്ജനാണെന്ന് സഞ്ജു പ്രസ്താവന ചെയ്യുകയാണ്. ഇംഗ്ലണ്ട് മറുപടി ഉടനെ നൽകി. അഭിഷേക് ശർമ്മ ഡീപ് മിഡ് വിക്കറ്റിൽ പിടികൊടുത്തു. വിക്കറ്റ് നേടിയതിന്റെ ആഘോഷം വിൽ ജാക്സ് ശർമ്മയുടെ മുഖത്ത് തന്നെ നടത്തുന്നുണ്ട്. അടുത്ത ഓവറിൽ ആർച്ചർ വർദ്ധിത വീര്യത്തോടെ തിരിച്ചെത്തി. അയാൾ ആദ്യമെറിഞ്ഞ പന്ത് 147 കിലോമീറ്റർ വേഗതയിലാണ് ചീറിപ്പാഞ്ഞെത്തിയത്. പക്ഷേ സഞ്ജു ആ ഷോർട്ട് ബോളിനെ ഫെൻസിലേക്ക് പൂൾ ചെയ്തു. തൊട്ടുപിന്നാലെ ഒരു ലൈഫ് കിട്ടിയപ്പോൾ സഞ്ജുവിന്റെ സ്പീഡ് കുറയുമെന്ന് പലരും വിചാരിച്ചു. എന്നാൽ സിക്സറും ബൗണ്ടറിയും പായിച്ചാണ് സഞ്ജു ആർച്ചറെ പറഞ്ഞു വിട്ടത്. അഭിഷേകിനെ വീഴ്ത്തിയ ജാക്സിനുള്ള സഞ്ജുവിന്റെ പ്രഹരവും ഉടൻ വന്നു. ഒരു ക്ലാസിക് സ്ക്വയർ കട്ട്. ഗാലറിയിലുണ്ടായിരുന്ന രോഹിത് ശർമ്മ അത് കണ്ട് കൈയടിക്കുന്നുണ്ട്. ഒരു ബോളറും ആധിപത്യം നേടരുതെന്ന് സഞ്ജുവിന് നിർബന്ധമുണ്ടായിരുന്നു. ഇംഗ്ലണ്ടിനെ തുറുപ്പ് ചീട്ടായ ആദിൽ റഷീദിനെ ബൗണ്ടറി അടിച്ചാണ് സഞ്ജു സ്വീകരിച്ചത്. അതും ഡ്രിങ്ക്സ് ബ്രേക്കിന് ശേഷമുള്ള ആദ്യ ഡെലിവറിയിൽ തന്നെ. സാം കറൻ ബൗൺസറുകൾ ഫലപ്രദമായി എറിഞ്ഞിരുന്നു. എന്നാൽ സഞ്ജുവിനെതിരെ കറൻ ഉപയോഗിച്ച ഷോർട്ട് ബോളുകളും സ്ലോ ബോളുകളും ക്രൂരമായ ശിക്ഷ ഏറ്റുവാങ്ങുകയായിരുന്നു. ഡോസണും ഓവർട്ടണും സഞ്ജുവിന്റെ ബാറ്റിന്റെ ചൂടറിഞ്ഞു. പിന്നീടാണ് സഞ്ജുവും ആർച്ചറും തമ്മിലുള്ള പോരാട്ടത്തിന്റെ 2ാം റൗണ്ട് ആരംഭിച്ചത്. 2003 ലോകകപ്പിൽ സച്ചിൻ ഷോയബ് അക്തർക്കെതിരെ കളിച്ചതുപോലുള്ള ഒരു അപ്പർ കട്ട് സഞ്ജു സൃഷ്ടിച്ചെടുത്തു. കൂടാതെ ബാക്ക് ഫൂട്ടിൽ നിന്ന് ഒരു സ്ട്രൈറ്റ് പഞ്ചും. മനം കുളിർപ്പിച്ച ആ 2 സിക്സറുകൾ. സഞ്ജുവിന് അനായാസമായി ഒരു സെഞ്ചുറി നേടാമായിരുന്നു. പക്ഷേ ടീമിനു വേണ്ടി വലിയ ഷോട്ടിന് ശ്രമിച്ച് സഞ്ജു സ്വന്തം വിക്കറ്റ് ബലി കൊടുത്തു. ആ നിസ്വാർത്ഥതയെ ലോകം വാഴ്ത്തി. ഒരു ക്രിക്കറ്റർ തന്റെ എതിരാളികൾക്കുമേൽ മൃഗീയമായ ആധിപത്യം സ്ഥാപിക്കുന്ന കാഴ്ച നാം മുമ്പും കണ്ടിട്ടുണ്ട്. ഷെയ്ൻ വോണിനെ നേരിടുന്നതിനു വേണ്ടി ദക്ഷിണാഫ്രിക്കയുടെ ബാറ്ററായിരുന്ന ഡാരിൽ കള്ളിനൻ ഒരു മനഃശാസ്ത്രജ്ഞനെ സമീപിച്ചിരുന്നു. എന്നിട്ടും വോണിനെ മറികടക്കാൻ കള്ളിനന് സാധിച്ചില്ലായിരുന്നു. ഇവിടെയാണ് സഞ്ജുവിന്റെ മനോബലം നാം തിരിച്ചറിയേണ്ടത്. തനിക്കെതിരെ ഗംഭീര റെക്കോർഡുകൾ ഉണ്ടായിരുന്ന അസരംഗയെയും ആർച്ചറിനെയും അയാൾ കാൽക്കീലിട്ട് ചവിട്ടിയരച്ചിരിക്കുന്നു. അതും ഏഷ്യ കപ്പും ലോകകപ്പും പോലുള്ള വമ്പൻ വേദികളിൽ വെച്ച്. മത്സരം ഇന്ത്യയിൽ നിന്ന് തട്ടിയെടുക്കാൻ ശ്രമിച്ച ജേക്കബ് എന്ന ബാറ്ററുടെ റൺഔട്ട് പൂർത്തിയാക്കിയത് സഞ്ജു ആയിരുന്നു.
അത് ഏറ്റവും മികച്ച കാവ്യനിധിയായി. ഗംഭീര ക്യാച്ചുകളെടുത്ത അക്സർ പട്ടേലിനും തിലക് വർമ്മക്കും നന്ദി. ജസ്പ്രീത് ബുംറയും ഹാർദിക് പാണ്ഡ്യയുടെയും ഡെത്ത് ബോളിംഗ് മനസ്സിൽ മായാതെ നിൽക്കും. 1987 പരാജയത്തിന്റെ കറ ഇന്ത്യ കഴുകിക്കളഞ്ഞിരിക്കുന്നു. സുനിൽ ഗവാസ്കർ സഞ്ജുവിനെ പലതവണ ക്രൂരമായി വിമർശിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതേ സഞ്ജു ഗവാസ്കർക്ക് വേണ്ടി നീതി നടപ്പിലാക്കിയിരിക്കുന്നു. അത് കണ്ട് സച്ചിൻ രോമാഞ്ച പുളകമായിട്ടുണ്ടാകും. രാമായണത്തിൽ ഒരു രംഗമുണ്ട്. രാവണനാൽ അപഹരിക്കപ്പെട്ട സീതാദേവി ലങ്കയിലുണ്ട് എന്ന് വാനരപ്പടക്ക് മനസ്സിലാക്കുന്നു. കടൽ ചാടിക്കടന്ന് ലങ്കയിലെത്താൻ ആർക്ക് കഴിയുമെന്ന ചോദ്യത്തിന് സകല വാനന്മാരും മൗനം പാലിക്കുന്നു. വയോധികനായ ജാംബവാൻ ഹനുമാനോട് പറഞ്ഞു, സ്വന്തം കരുത്ത് എന്താണെന്ന് നിനക്ക് അറിയില്ല ഹനുമാൻ. ഈ കടൽ താണ്ടാൻ നിനക്കേ കഴിയൂ. അതോടെ ഹനുമാന് സ്വന്തം കഴിവുകളെക്കുറിച്ച് ബോധ്യം വന്നു. അയാൾ കടൽ ചാടിക്കടന്ന് സീതയെ കാണുകയും ലങ്കാനഗരി അഗ്നിക്കിരയാക്കുകയും ചെയ്തു. സഞ്ജുവിന്റെ കഥയും സമാനമാണ്. ലെജൻഡറി ഇന്നിംഗ്സുകൾ കളിക്കാൻ ശേഷിയുള്ള അയാൾ ടീമിന് വേണ്ടി ഹിറ്റ് ഔട്ട് ഓർ ഗെറ്റ് ഔട്ട് എന്ന ശൈലിയിൽ ബാറ്റ് വീശിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജാംബവാൻ ഹനുമാന് നൽകിയ പോലുള്ള ഉപദേശം സഞ്ജുവിനും ലഭിച്ചിട്ടുണ്ടാവണം. ടീമിൽ നിന്ന് പുറത്താക്കില്ല എന്ന ഉറപ്പ് ഗംഭീറും സൂര്യവും സഞ്ജുവിന് നൽകിയിട്ടുണ്ടാവണം. അയാൾക്ക് അത് മാത്രം മതിയായിരുന്നു. ഹനുമാൻ ലങ്കാനഗരി കത്തിച്ചു. സഞ്ജു വാങ്കഡെ മൈതാനത്തിന് തീപിടിപ്പിച്ചു. ഇംഗ്ലണ്ട് ബോളർമാർ ചാരമായി. ലോക ക്രിക്കറ്റിൽ സഞ്ജു വിശ്വനാഥ് സാംസൺ എന്ന കളിക്കാരനോളം മികച്ച ടീം പ്ലെയർ വേറെ കാണില്ല. തന്റെ ടീമിലെ സ്ഥാനം ചോദ്യം ചെയ്യപ്പെട്ടു എന്ന പ്രതിസന്ധിയുടെ പടുകുയിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന അവസരത്തിൽ സ്വന്തം സ്ഥാനത്തെ പറ്റി നോക്കാതെ നേരിട്ട രണ്ടാം ബോൾ തന്നെ സിക്സ് അടിച്ചവൻ. ഒരു ബോൾ പോലും തുഴയാതെ കളിച്ചവൻ. 2020 ലോകകപ്പിൽ സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ മാത്രം ഇന്ത്യക്കാരനാവാൻ 2 തവണ എല്ലാ സാഹചര്യവും ഒത്തുവന്നപ്പോൾ പോലും അതിനായി ഒന്ന് ശ്രമിക്കുക പോലും ചെയ്യാതെ ടീമിനായി മാത്രം കളിച്ചവൻ. അയാൾ വ്യത്യസ്തനാണ്. അതുകൊണ്ടാണ് എത്ര പ്രതിസന്ധി വന്നാലും സഞ്ജു സാംസൺ ഒടുവിൽ സർവശക്തൻ അഭയം നൽകുന്നതും.